ഹലോ ഗായ്സ്, ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ളതാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ ഇതുപോലെ ഞാൻ ഡോട്ടായിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു ബ്ലെൻഡർ വെച്ചാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഐ ഷാഡോ പാലറ്റ്. ബാക്കിയെല്ലാം വീട്ടിലിരിക്കുകയാണ്. പെട്ടെന്ന് ധൃതിക്ക് എടുക്കാൻ നേരം മറന്നു പോയതാണ്. ഞാൻ നന്നായിട്ട് കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. എൻ്റെ കാണാൻ പോലും പറ്റുന്നില്ല ഞാൻ ഐ ഷാഡോ ഇട്ടത്. പിന്നെ സാരമില്ല. പിന്നെ ഞാൻ ഡാർസിലർ വെച്ച് നന്നായിട്ട് കണ്ണ് എഴുതുന്നുണ്ട്. എനിക്ക് പൊട്ടിടുമ്പോൾ ഭയങ്കര രസമാണ്. നല്ല രസമില്ല എന്നെ കാണാൻ. ചുമ്മാ പറഞ്ഞ കേട്ടോ, ഞാൻ എന്നെ തന്നെ എപ്പോഴും പുകഴ്ത്തക്കമാണ്. പിന്നെ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പിങ്കി വൈബ് കിട്ടാൻ. പക്ഷേ എനിക്ക് ഭയങ്കര പിങ്ക് ഇട്ടിരിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ലൂസ് പൗഡറാണോ സെറ്റിങ്സ് പൗഡറാണോ ഞാൻ മറന്നു. ഞാൻ അത് വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതായിരുന്നു എൻ്റെ ഹെയർ സ്റ്റൈൽ. പിന്നെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും വന്നതിന് ശേഷം കുറേ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ അരോമ എന്ന് പറയുന്ന ആ ഒരു ബേക്കറിയിലോട്ട് പോയിട്ട് കേക്ക് വാങ്ങാൻ പോയി. അന്ന് ചേട്ടൻ്റെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പിന്നെ ഞാൻ ചെറിയൊരു ചോക്ലേറ്റ് ഒരു ബോക്സിലോട്ട് ആക്കിയിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്. പിന്നെ അമ്മ എന്തോ കാര്യമായിട്ട് ഇവിടെ നോക്കുന്നുണ്ട്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ സ്നാക്ക് ഐറ്റംസ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ഉണ്ട്, കേക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പാവം രണ്ടിനും അറിഞ്ഞുപിടിപ്പിഞ്ഞ് എന്താ നടക്കാൻ പോകുന്നതെന്ന്. പിന്നെ വീണ്ടും ഞങ്ങൾ വന്നു, കാരണം ഫുഡ് കഴിക്കാൻ പോയിരിക്കുവാണ്. അവരുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ റൂമിലേക്ക് വരെ പോവുകയാണ് ഒരു അത്യാവശ്യത്തിനായിട്ട്. അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്തു. ശേഷം ഞാൻ അതും എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴായിരുന്നു ഒരു കാര്യം കണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരാമായി പോയി കോൾ ചെയ്ത് അവിടെ കേക്കൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പോയി ആ കഥ തുറക്കുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞു, വെയിറ്റ് ഞാൻ തുറക്കാം. പോയി 59 മിഠായി. ആരും പിന്നീട് കോലം നോക്കണ്ട, ലൈറ്റ് ഇടാം. ഗിഫ്റ്റ് എടുക്കുമ്പോളെ പെട്ടെന്ന് എന്ന് പറഞ്ഞതിനർത്ഥം നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്തായിരുന്നു അങ്ങോട്ടോട്ട് ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അത് രണ്ടുപേരും സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ചേച്ചി അപ്പുചേട്ടന് കൊടുക്കാൻ വെച്ചിരുന്ന ഗിഫ്റ്റ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയായിരുന്നു. ചേട്ടൻ എൻ്റെ ബാഗ് തുറക്കാൻ നേരം ആദ്യമേ കണ്ട ഗിഫ്റ്റായിരുന്നു. പക്ഷേ ചേച്ചി ഒരിക്കലും പ്രതീക്ഷ കാണില്ല അപ്പുചേട്ടൻ ഗിഫ്റ്റ് കൊടുത്തെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്നവരും ഞങ്ങളുടെ അടുത്തായിരുന്നു ആദ്യമേ വന്ന് പറഞ്ഞത്. എന്തായാലും അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായി, അത് മതിയല്ലോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു, ചോക്ലേറ്റ് കൊടുത്തു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഷെയറിങ് ആണ്. എന്ത് ചെയ്യാനാണെന്ന് പറയും. ഞാൻ ചുമ്മാ പറഞ്ഞാണ്. പിന്നെ അവിടെ ഒരു കുഞ്ഞൊരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു, അവിടെ വെച്ചായിരുന്നു ഈ കേക്ക് മുറിച്ചത്. പിന്നെ കേക്ക് ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും നന്നായിട്ട് മെൽറ്റായിരുന്നു. കുറേ നേരം ഞങ്ങളെടുത്ത് വെച്ചായിരുന്നു കേക്ക് ഇവിടെ കൊണ്ടുവന്ന്. അവിടെ ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് എടുക്കുന്ന വഴിക്കൊരു സംഭവം ഉണ്ടായി. എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഹാവ് ഫൺ. അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് തേച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ നടന്ന ഇതൊക്കെയായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.